സ്വാമി ശരണം. ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തമാവുകയാണ്. ഡിസംബർ 2 വരെ 197 ഇടങ്ങളിലായാണ് പരിശോധനകൾ നടന്നത്. 1085 കേസുകളിലായി 2.11 ലക്ഷം പിഴയടക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു. ലഹരി നിരോധിത മേഖലയായ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യ വകുപ്പും എക്സൈസും ചേർന്ന് 17 സംയുക്ത പരിശോധനകളാണ് നടത്തിയത്. സന്നിധാനത്ത് 65 റെയ്ഡുകളാണ് നടന്നത്. സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചത് 439 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പമ്പയിൽ എക്സൈസ് 92 റെയ്ഡുകളാണ് നടത്തി 370 കേസാണ് രജിസ്റ്റർ ചെയ്തത്. നിലയ്ക്കലിൽ 57 പരിശോധനകളാണ് നടന്നത്. 246 കേസ് രജിസ്റ്റർ ചെയ്തു. സന്നിധാനത്ത് CI ജി രാജീവും നിലയ്ക്കലിൽ CI ബെന്നി ജോർജും പമ്പയിൽ CI NK ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി. ഞാൻ രാജീവ്, സന്നിധാനം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ചുമതലയാണ്. എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും എക്സൈസ് വകുപ്പ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ്, മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത്. സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ഓരോ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമുണ്ട്. സന്നിധാനത്തും പമ്പയിലും അതിന്റെ മേൽനോട്ട ചുമതല ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കും ഉണ്ട്. ഇത്തവണ സന്നിധാനത്ത് 24ഓളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട്. ഞങ്ങൾ ഇതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട്. പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇത്തവണ ഏകദേശം നാളിതുവരെ 439ഓളം കോട്ട്പ കേസുകൾ കണ്ടെടുത്തു. അറൗണ്ട് 1 ലക്ഷത്തിലധികം ഈ ഫൈൻ ഈടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഭക്തജനങ്ങളോട് പറയാനുള്ള കാര്യം, ഈ സന്നിധാനം പൂർണ്ണമായിട്ടും ലഹരി നിരോധിത മേഖലയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അളവിൽ തന്നെ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് വലിയ ശിക്ഷാ നടപടികളിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ വിശുദ്ധമായൊരു അയ്യപ്പ ദർശനം എല്ലാവർക്കും ഉണ്ടാവുന്നതിൽ ലഹരി വസ്തുക്കളുടെ മാറ്റിനിർത്തൽ അത്യാവശ്യമാണ്. ഇതിനുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും അതുപോലെ തന്നെ അയ്യപ്പന്മാരിൽ നിന്നും പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും. നമ്പർ சுவாமியே சரணமையப்பா. தருமபுரி மாவட்டம் பாப்பேட்டிப்பட்டி வட்டம் தோப்பூர் ஜி சுரேஷ் சாமி போன் அருள் பண்ணே சாமி. ഇവിടെ പോയാൽ പരിശോധനയ്ക്കൊപ്പം കടകളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർക്കിടയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണവും എക്സൈസ് നടത്തുന്നുണ്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിങ്ങനെ 3 എക്സൈസ് റേഞ്ചുകളായി തിരിച്ചാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കുന്നത്. സന്നിധാനത്ത് 24 എക്സൈസ് ഉദ്യോഗസ്ഥരും നിലയ്ക്കലിൽ 30 പേരും പമ്പയിൽ 20 പേരും ജോലി ചെയ്യുന്നു. ലഹരി നിരോധിത മേഖലയായ ശബരിമലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കും എന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു.